എങ്ങനെയാണ് നമുക്ക് ഈ ഡിവൈസ് കണക്ട് ചെയ്യുന്നത് കൂടെ നോക്കാം. അതിനകത്തിൽ ഇത് ഒട്ടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് 2 സ്റ്റിക്കേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. കൂടാണ്ട് കണക്ഷന് വേണ്ടിയിട്ട് ഓക്സിന്റെ ഇൻപുട്ടും കൂടാണ്ട് പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ USB-യുടെ സോക്കറ്റുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓൾറെഡി USB-യുടെ ഒരു സോക്കറ്റ് അതിനകത്തിൽ പാട്ട് കേൾക്കാൻ വേണ്ടി പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ റിമൂവ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം പവർ പ്ലഗ് വരുന്നിടത്തോട്ട് നമുക്ക് ഇതിന്റെ USB പോർട്ടിലോട്ട് കണക്ട് ചെയ്യാം, അതായത് നമുക്ക് പവർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതിന്റെ 3.5 ജാക്ക്, അതായത് ഓക്സിന്റെ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ജാക്ക് അതിലോട്ട് കൊടുക്കുമ്പോൾ ഒരു ബ്ലൂ ലൈറ്റ് ഇതിനകത്ത് എനേബിൾ ആവും. ലൈറ്റ് എനേബിൾ ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് പെയർ മോഡിലോട്ടാണ് പോകുന്നത്. അപ്പോൾ പെയർ മോഡിലോട്ട് പോകുമ്പോഴത്തേക്കിന് നമുക്ക് ഏത് ഡിവൈസിലാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് കൂടെ നോക്കാം. ഏകദേശം ബ്ലൂടൂത്തിന്റെ സെറ്റിംഗ്സ് നമുക്ക് പുതിയ ഫോണിനകത്ത് ഏത് ഫോണിലാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനകത്തോട്ട് ഓണാക്കി കൊടുക്കും. അപ്പോൾ അതിനുശേഷം ഓട്ടോ 12 എന്ന് പറഞ്ഞിട്ടുള്ള ഡിവൈസ്, ഇതാണ് ഇതിന്റെ പെയറിംഗ് നെയിം വരുന്നത്. പെയർ നെയിം വരുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണക്ട് ആവും. ഇതിനകത്ത് മറ്റൊരു ഗുണം കൂടെ ഉണ്ട്. ഇത് ബ്ലൂടൂത്ത് 5.1 ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു അറൌണ്ട് 200 മീറ്ററിനകത്ത് നമുക്ക് ഡിവൈസ് കണക്ടിവിറ്റി അവൈലബിൾ ആയിരിക്കും. കൂടാണ്ട് ഇടയ്ക്കുള്ള തടസ്സങ്ങളും ഇതിനകത്തിൽ ഉണ്ടാവുകയില്ല. ഇതിൽ സോഴ്സ് നമ്മളിപ്പോൾ നിലവിൽ മൾട്ടിപ്പിൾ സോഴ്സസ് ഇതിനകത്തിൽ ഉണ്ടാവും. അതിൽ നമുക്ക് ഓക്സിലറി ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. കാര്യം പവർ കൊടുക്കുന്ന USB-യിലും ഇൻപുട്ട് വരുന്നത് ഓക്സിലറി ആയിരിക്കുമല്ലോ. ഇതിനകത്തിൽ എങ്ങനെയാണ് പാട്ട് കണക്ട് ചെയ്യുന്നത് കൂടെ നോക്കാം. നമ്മൾ MP3 പ്ലെയർ എടുക്കുക. അതിനുശേഷം ഏതെങ്കിലും ഒരു ഡിവൈസിനകത്തിൽ നമ്മുടെ പാട്ട് എവിടെയാണെന്ന് വെച്ചാൽ ഫോണാണെങ്കിൽ ഫോണ്, ലാപ്പാണെങ്കിൽ ലാപ്പ്, എന്ത് ഡിവൈസിനകത്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാം. ഒരു പാട്ട് നമുക്ക് കേട്ടു നോക്കാം. സൗണ്ട് കൂടെ കൂട്ടെ. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നതെന്ന് പറയുന്നത് നമുക്ക് മുൻപുണ്ടായിരുന്നു. ഇപ്പം നിലവിൽ എല്ലാ ഡിവൈസും, അതായത് നമ്മുടെ കാർ സ്റ്റീരിയോകളെല്ലാം ബ്ലൂടൂത്ത് എനേബിൾ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഉപയോഗിക്കുന്ന ആളുകൾ, അതായത് പഴയ സ്റ്റീരിയോ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമില്ലാതെ, അതായത് അത് തന്നെ ഇട്ട് ഓടിക്കുന്ന, അതായത് ഓക്സിലറി മാത്രം അല്ലെങ്കിൽ FM മാത്രമായിരിക്കും, അല്ലെങ്കിൽ CD ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഓക്സിലറിയുടെ ഒരു സ്ലോട്ടും USB സ്ലോട്ടും ഉള്ള സ്റ്റീരിയോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലൂടൂത്ത് ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാനും കൂടാണ്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറും കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആളുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. എന്നിട്ട് എന്താ അഭിപ്രായം എന്നുള്ളതൊന്ന് കമന്റ് രേഖപ്പെടുത്തും.